അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, ഇതാണ് കോവയ്ക്ക. അപ്പോൾ നമ്മളിത് നല്ല ചെറിയൊരു മീഡിയം വലിപ്പത്തിലെ പീസായിട്ട് മുറിച്ച് നല്ല കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കോവയ്ക്ക വെച്ച് വളരെ എളുപ്പം നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെഴുക്കുവരട്ടി റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. മിക്ക വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മെഴുക്കുവരട്ടി. പക്ഷെ എന്തായാലും ചില ആൾക്കാർക്ക് പല ഒരു സംശയങ്ങളൊക്കെ തോന്നാം. അതെ, ഇപ്പം ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ സംഭവം എന്തൊക്കെ ചേർത്താലും അതിന് ഇതാവും ഒരു ഡൗട്ടൊക്കെ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഒരു ചെറിയൊരു മെഴുക്കുവരട്ടി. അപ്പോൾ നമ്മൾ നല്ല ചീനിച്ചട്ടിക്കതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. അപ്പോൾ അതിലേക്ക് ഒരു നുള്ള് കടുക് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് 2 വറ്റൽമുളക് കൂടെ എടുക്കാം. ഈ വറ്റൽമുളക് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചതച്ച മുളകാണേലും എടുത്താലും മതിയാവേ. നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് എരിക്കായിട്ട് ആവശ്യമായിട്ട് നമ്മൾ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നടുവേ കീറിയിട്ടേ ഉള്ളൂ, ഇത് മുറിച്ചെടുത്തിട്ടില്ല കേട്ടോ. അപ്പം അതുകൂടെ ഒരു ചെറിയ സവാള, മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾക്ക് കുറച്ച് കോവയ്ക്കാണുള്ളത്, ഒരു ഏകദേശം ഒരു 250 ഗ്രാമേ കാണത്തുള്ളൂ സാധനം. അപ്പൊ അതിന് വേണ്ടി നമ്മളൊരു കുറച്ച് സവാള, ഒരു മീഡിയം വലുപ്പത്തിലെ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ സവാള എടുക്കാവേ. നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. സവാള ഇട്ടിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്നൊരു മീഡിയം രീതിയിൽ അത് വഴന്ന് വരണം. അതുവരെ നമുക്കൊരു 1-2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നിർത്താതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ കരിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം നിർത്താതെ നമുക്ക് ഇളക്കി കൊടുക്കണം. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതെ, ഈ കോവയ്ക്ക എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ഉള്ള സാധനമല്ലേ. അപ്പോൾ അത് നല്ല കിളുന്ന് കോവയ്ക്ക എടുത്ത് കൊണ്ട് മെഴുക്കുവരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറ് ഉണ്ണാനായിട്ട് വേറെ ഒരു സാധനമില്ല. അത് നല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം കോവയ്ക്ക ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാവേ. അപ്പോൾ ഈ നമ്മുടെ കൂട്ടാനൊരു കളർ കൂടെ കിട്ടും. മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഒരു ആ ഉള്ളിയിലെല്ലാം ഒന്ന് മഞ്ഞപ്പൊടി ഒന്ന് ആക്കിയതിന് ശേഷം വേണം നമുക്ക്. അതെ, അത് കൂടാതെ തന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഇല്ലേ, അത് മാറണം. അപ്പോൾ അതൊരു 1/2 മിനിറ്റ് ഇത് മതി. അത്ര നേരം ഇളക്കി കഴിയുമ്പോൾ അതൊക്കെ മാറി സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കോവയ്ക്ക ഇട്ട് കൊടുക്കാം. വെച്ച് കോവയ്ക്ക നീളത്തിൽ വേണേലും അരിയാം കേട്ടോ. നീളത്തിൽ വേണേ അരിയാം, വട്ടത്തിൽ വേണമെങ്കിൽ അരിയാം, എങ്ങനെ വേണേലും അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ നമ്മളൊരു സൗകര്യത്തിന് വേണ്ടി കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ടെല്ലാം ഇളക്കി നമ്മുടെ ഉള്ളിയും മഞ്ഞപ്പൊടിയും എല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ കറിവേപ്പില പച്ചമുളക് കറിവേപ്പില അത് നമുക്ക് ഒരുമിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവേ. നമ്മളിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് എന്തുമാത്രം ക്വാണ്ടിറ്റി ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ. ഇതിപ്പം വെന്തിട്ട് ടേസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, കോവയ്ക്ക പച്ചക്കും കഴിക്കുന്നില്ല. ഉപ്പ് ചേർത്തോടെ തന്നെ വേകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു പീസ് എടുത്ത് വേണം നമുക്ക് ഉപ്പുണ്ടോന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണങ്ങളുണ്ട് കോവയ്ക്കായി. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോളം വെള്ളം മാത്രം ഒന്ന് എന്തിനാന്ന് വെച്ചാൽ അടുക്കി പിടിക്കരുത്. പിന്നെ ഇതൊന്ന് വേഗം ഉണ്ടാകും. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ആവിയിൽ വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലേക്ക് മാറ്റുക. അങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. സംഭവം ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കി ഒന്നുകൂടെ ഇളക്കി റെഡിയാക്കി. അപ്പോൾ ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട് സംഭവം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, അടിക്കൊന്നും പിടിച്ചിട്ടുമില്ല. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു
അടപ്പ് മാറ്റിയിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്കിങ്ങനെ തുറന്നെടുത്തിട്ട് ഇങ്ങനെ എല്ലാം വിടർത്തി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതിന് ആവശ്യം ഇല്ലാത്ത ജലാംശമൊക്കെ അങ്ങ് പോയി നല്ല ഉടന്ന് ഒരു ഡ്രൈ ആയിട്ട് ഡ്രൈ എന്ന് വെച്ചാൽ ഒത്തിരി ഉണങ്ങി പോകത്തില്ല, നമ്മുടെ ഒരു മെഴുക്ക് വരട്ടി സ്റ്റൈലായി കിട്ടും. അപ്പോൾ അത് കുറച്ചുകൂടെ ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് വിടർത്തിയിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ആവശ്യത്തിനുണ്ട്. നല്ല കിളുന്ന കോവയ്ക്കാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. ഇതിന്റെ കൂട്ടത്തില് നമുക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി കൂടെ ഒന്ന് വെക്കണം. എന്നിട്ട് നമുക്കത് അങ്ങോട്ട് ഒരു നുള്ളു മതി. അത് ചുമ്മാ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ പൊടിച്ചെടുത്ത കുരുമുളകാണ്. അപ്പൊ അതാകുമ്പോൾ ഒന്നുകൂടെ ഒരു പ്രത്യേകത വരും. ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഈ കോവയ്ക്കയുടെ ഈ കുരുമുളക് നല്ലൊരു കോമ്പിനേഷൻ. കോവയ്ക്ക നമ്മുടെ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ എപ്പോഴും പച്ചമുളക് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ വേറെ ഒരു ടേസ്റ്റ് ആകും. പക്ഷെ അതിന്റെ ആ ഒരു സ്വാഭാവിക ഇഷ്ടം. ഇപ്പൊ നമ്മള് മറ്റേ ബീൻസ് അങ്ങനത്തെ സാധനമൊക്കെ വെക്കുമ്പോൾ നമ്മൾ കൂടുതലും ഈ പച്ചമുളകാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ പച്ചമുളക് ഇട്ട് ചെയ്യുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്. കാര്യം പ്രത്യേകിച്ച് മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പച്ചമുളകിന്റെ ആ ഒരു രുചി നല്ല മുൻപന്തിയിൽ നിൽക്കും. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിങ്ങനെ എത്ര നമുക്ക് പൊരിഞ്ഞ് കിട്ടേണ്ടതെന്ന് വെച്ചാൽ അത്ര നേരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ തുറന്ന് വെച്ചാൽ മാത്രം മതി. അതിനനുസരിച്ച് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇനിയിപ്പോ സ്റ്റവ് നിർത്തി, കാരണം ഒത്തിരി അങ്ങ് ഡ്രൈ ആവുന്ന കാര്യമില്ല. അപ്പൊ നല്ല കിളുന്ന കോവയ്ക്ക ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ കാണുമല്ലോ. കിട്ടുമ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പച്ചമുളക് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് തയ്യാറാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കുക. എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ ആരോഗ്യത്തിനൊക്കെ ഒത്തിരി നല്ല സാധനമാണ് കോവയ്ക്ക. പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് അറിയാത്ത ആൾക്കാരൊക്കെ ഒരുപാട് പേര് കാണും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് അരിഞ്ഞൊക്കെ എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. നീളത്തിലരിയാം, വട്ടത്തിലരിയാം, എങ്ങനെ വേണം നമുക്ക് അരിഞ്ഞെടുക്കാം. അധികം കനം കൂടുതലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വേവ് കറക്റ്റ് താമസം വരത്തില്ല. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വേറൊരു വ്യത്യസ്ത റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things